തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഇരുട്ടടി. പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം വില വർദ്ധിപ്പിച്ചു. CNG കിലോയ്ക്ക് 2 രൂപയായും ഉയർത്തി. സർക്കാരിന്റെ വീഴ്ച ജനങ്ങളുടെ മേൽ കെട്ടിവെക്കുന്നുവെന്ന് കോൺഗ്രസ് വിമർശിച്ചു. 3 രൂപ വർദ്ധിപ്പിച്ചതോടെ രാജ്യതലസ്ഥാനത്ത് പെട്രോളിന്റെ വില 97.77 എത്തി. 87.67 രൂപയായിരുന്ന ഡീസൽ വില 90.67 രൂപയായും ഉയർന്നു. കൊച്ചിയിൽ പെട്രോളിന് 3 രൂപ 27 പൈസയാണ് കൂടിയത്. ഇതോടെ കൊച്ചിയിലെ പെട്രോൾ വില 108 രൂപ കടന്നു. ഡീസലിന് 97.63 രൂപയും നൽകണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ഇന്ധന കമ്പനികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കേന്ദ്രം വില കൂട്ടിയത്. 4 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ധനവില വർധനവ് ഉണ്ടാകുന്നതെങ്കിലും കനത്ത ആശങ്കയിലാണ് ജനം. യുദ്ധത്തിന്റെ പേരും പറഞ്ഞാൽ ഇപ്പൊ ചെയ്യണതൊക്കെ എന്തെങ്കിലും കാരണം വേണ്ടേ? അത് തന്നെ ഇതൊരു ചതിയാണ് കേട്ടോ. ഇങ്ങനെ പെട്രോളിന് നമ്മൾക്കൊക്കെ യാത്ര ചെയ്യണ്ടേ? എക്സ്പെക്റ്റഡ് ആണ്. എന്നാലും ഇതിപ്പം ബാക്കിയുള്ള എല്ലാ ലൈഫ് മേഖലകളിലേക്കും ഇത് ബാധിക്കും. അതൊരു വലിയ ഇഷ്യൂ ആണ്. പ്രതിസന്ധിയിലായിരിക്കും. എന്നാലും നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതിനാലാണ് ഇന്ധനവില വർദ്ധിപ്പിച്ചതെന്ന് കേന്ദ്രം വിശദീകരിച്ചു. എന്നാൽ വില വർധനവിൽ കേന്ദ്രത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പരാജയം ജനങ്ങൾക്ക് മേൽ കെട്ടിവെച്ചുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതീക്ഷിച്ചതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ ഇരുട്ടടി. എങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ അധികം വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ. ഡൽഹിയിൽ നിന്നും റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.